ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് 11 പേർ മരിക്കാനിടയായ അപകടത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ച റെയിൽവേ മന്ത്രാലയം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനും തിക്കിലും തിരക്കിലും പെട്ടതിന്റെ കാരണം കണ്ടെത്താനും രണ്ടംഗ ഉന്നതതല സമിതി രൂപീകരിച്ചതായി റെയിൽവേ ബോർഡിലെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദിലീപ് കുമാർ അറിയിച്ചു. സ്ഥിതിഗതികൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിൽ സ്ഥിതിഗതി നിയന്ത്രണ വിധേയമാണ്. യാത്രക്കാരെ പ്രത്യേക ട്രെയിനിൽ യാത്രയാക്കി. റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ട്രെയിൻ ഗതാഗതം സാധാരണ നിലയിലാണ്. റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. അതിനാൽ ഞങ്ങൾ 4 പ്രത്യേക ട്രെയിനുകൾ കൂടി ഓടിച്ചു. തിക്കിലും തിരക്കിലും പെട്ട് കുറച്ചുപേർ ബോധം നഷ്ടപ്പെട്ടുവെന്ന വിവരമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അവരെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തെ തുടർന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പ്രവേശനം ഞങ്ങൾ കുറച്ചുനേരം തടഞ്ഞു. ഇപ്പോൾ എല്ലാം നിയന്ത്രണ വിധേയമാണെന്നും ദിലീപ് കുമാർ പറഞ്ഞു. കുംഭമേളയ്ക്ക് പോകാനായി ആളുകൾ കൂട്ടത്തോടെ റെയിൽവേ സ്റ്റേഷനിലെത്തിയതോടെ രാത്രിയിലാണ് തിക്കും തിരക്കുമുണ്ടായത്. മരിച്ച 18 പേരിൽ 5 പേർ കുട്ടികളും 9 പേർ സ്ത്രീകളുമാണ്. 50-ലധികം പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ചിലരുടെ നില ഗുരുതരമാണ്. കുംഭമേളയ്ക്ക് പോകുന്നതിനായി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3 ട്രെയിനുകളാണ് ഏർപ്പെടുത്തിയിരുന്നത്. ഇതിൽ ചില ട്രെയിനുകൾ വൈകിയതും ട്രാക്ക് മാറിയതുമാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. റെയിൽവേ സ്റ്റേഷനിലെ 14-15 പ്ലാറ്റ്ഫോമിലാണ് ആളുകൾ കൂട്ടത്തോടെ എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. അപകടം ഞെട്ടിക്കുന്നതാണെന്നും മരിച്ചവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. മരണപ്പെട്ടവരുടെ കുടുംബത്തെ ആശ്വസിപ്പിച്ച ഡൽഹിയുടെ കാവൽ മുഖ്യമന്ത്രിയും AAP നേതാവുമായ അതിഷി പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ച LNJP ആശുപത്രി സന്ദർശിച്ചു. AAPയുടെ 2 MLAമാർ നിലവിൽ സ്ഥലത്തുണ്ടെന്നും ഇരകളുടെ കുടുംബങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാൻ ആശുപത്രി മാനേജ്മെന്റിനോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അതിഷി പറഞ്ഞു.